സെക്സ് റാക്കറ്റും മനുഷ്യക്കടത്തും ലഹരി വിൽപ്പനയും കൊലപാതകവും അടക്കം ഇന്ത്യയിലെ ഏറ്റവും വലിയ അധോലോക നായിക എന്നറിയപ്പെടുന്ന സെക്സ് റാക്കറ്റ് റാണിക്ക് ഒടുവിൽ 24 വർഷം തടവ് ശിക്ഷ. ഡൽഹിയിലെ ഏറ്റവും വലിയ സെക്സ് റാക്കറ്റിന്റെ തലൈവി ഗീത അറോറ എന്ന സോനു പഞ്ചാബിന് ഡൽഹി കോടതിയാണ് ശിക്ഷ വിധിച്ചത്. അതികഠിനവും പൈശാചികവുമായ ക്രൂരകൃത്യങ്ങൾ നടത്തിയ സോനു പഞ്ചാബിന് സാമൂഹിക ജീവിതം നയിക്കാൻ യോഗ്യതയില്ല എന്നായിരുന്നു കോടതിയുടെ വിലയിരുത്തൽ. 12 വയസ്സുള്ള പെൺകുട്ടിയെ ലൈംഗിക ചൂഷണത്തിനായി എത്തിച്ചു കൊടുക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്തു എന്ന കുറ്റത്തിനാണ് ഡൽഹി ദ്വാരക കോടതി ശിക്ഷ വിധിച്ചത്. ക്രൂരതയുടെയും പൈശാചികതയുടെയും മനുഷ്യരൂപമെന്നാണ് കോടതി ഗീത അറോറയെ വിശേഷിപ്പിച്ചത്. സാമൂഹിക ജീവിതത്തിന് പകരം ജയിൽ ചുവരിനുള്ളിൽ കിടക്കുന്നതാണ് ഉത്തമമെന്ന് ശിക്ഷാവിധിയിൽ എഴുതി. 7 ലക്ഷം രൂപ പെൺകുട്ടിക്ക് നഷ്ടപരിഹാരം നൽകാനും ആവശ്യപ്പെട്ടു. വഴിവിട്ട ജീവിതവുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യത്തിന് 14 വർഷവും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വേശ്യാവൃത്തിക്ക് ഉപയോഗിക്കുകയും മറ്റും ചെയ്ത ക്രൂരതയ്ക്ക് 10 വർഷത്തെ തടവും 64,000 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. ഗീതയുടെ കൂട്ടാളി സന്ദീപ് ഗഡ്വാളിന് ശിക്ഷ നൽകിയത് 20 വർഷത്തെ തടവാണ് ശിക്ഷ. പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയതിനാണ് 10 വർഷം. ബാക്കി അവരെ വിവാഹത്തിന് നിർബന്ധിച്ചതിനും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വേശ്യാവൃത്തിക്ക് ഉപയോഗിച്ചതിനും ക്രിമിനൽ ഗൂഢാലോചന നടത്തിയതിനും. ഇരുവരും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്നും വിവാഹമെന്ന് പറഞ്ഞ് ബലാത്സംഗത്തിന് ഉപയോഗിക്കുകയും ചെയ്തതായി ജൂലൈ 16 കോടതി കണ്ടെത്തിയിരുന്നു. 2017 ഡിസംബറിൽ അറസ്റ്റിലായ ഗീതയ്ക്കും സന്ദീപിനുമെതിരെ പോക്സോ ആക്ട് പ്രകാരമായിരുന്നു കേസ്. 2014 പെൺകുട്ടി തന്നെ വിവാഹം ചെയ്തു കൊണ്ടുപോയ ആളുടെ വീട്ടിൽ നിന്നും രക്ഷപ്പെടുകയും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകുകയും ചെയ്തതാണ് കേസിൽ വഴിത്തിരിവായത്. DSP ബിഷാൻ സിംഗ് സംഭവം അന്വേഷിക്കാൻ പോലീസ് സംഘത്തെ നിയോഗിക്കുകയും പോലീസ് കുറ്റവാളികളെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ 2017 കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയുമായിരുന്നു. തുടർന്ന് ഗീത അറോറയും സംഘവും അറസ്റ്റിലായി. തീഹാർ ജയിലിൽ കഴിയുമ്പോൾ ഗീത അറോറ ആത്മഹത്യയ്ക്കും ശ്രമിച്ചിരുന്നു. ദക്ഷിണ ഡൽഹി കേന്ദ്രമാക്കി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വേശ്യാലയങ്ങളുടെ ശൃംഖല നടത്തിയിരുന്ന ആളാണ് ഗീത അറോറ. 2000 ഡൽഹിയിലും അടുത്തുള്ള സംസ്ഥാനങ്ങളുമായി വമ്പൻ സെക്സ് റാക്കറ്റ് നടത്തിയിരുന്നു. കിഴക്കൻ ഡൽഹിയിൽ ജനിച്ച ഗീത ദക്ഷിണ ഡൽഹിയിലെ ആഡംബര ഏരിയയായ സീതുള്ള ജാബിൽ കൂറ്റൻ വീടും മറ്റുമുണ്ട്. ചെറുപ്രായത്തിലെ ലൈംഗിക ചൂഷണത്തിനിരയായ സ്ത്രീയാണ് ഗീത. 17-ാം വയസ്സിൽ വേശ്യാവൃത്തിയിലേക്ക് ഇറങ്ങി. 2 തവണ വിവാഹവും കഴിച്ചു. ഭർത്താക്കന്മാരെല്ലാം അധോലോക ഗുണ്ടകളായിരുന്നതിനാൽ പോലീസിന്റെ വെടിയേറ്റ് എല്ലാവരും കൊല്ലപ്പെട്ടു. അധോലോക നായകൻ ഹിമാനുവായിരുന്നു ആദ്യ ഭർത്താവ്. വിവാഹം കഴിഞ്ഞതോടെ ഗീത അറോറ ഗീത സോനുവായി. പിന്നീട് സോനു പഞ്ചാബിനും. എന്നാൽ ഹിമാനു കൊല്ലപ്പെട്ടു. രണ്ടാമത് മറ്റൊരു അധോലോക നായകനായ ശ്രീപ്രകാശ് ശുക്ലയുടെ വലം കൈയ ഗുണ്ടാ നേതാവ് വിജയ് സിംഗിനെ വിവാഹം കഴിച്ചു. വിജയെ 2004 സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും കൊലപ്പെടുത്തി. ഇതിനുശേഷം ദീപക് എന്ന ഗുണ്ടയുമായി പ്രണയത്തിലായി. ഇയാൾ ആസാമിൽ വെച്ച് വെടിയേറ്റു മരിച്ചു. അധോലോക നായകന്മാരോടും ഗുണ്ടാ നേതാക്കന്മാരോടും അസാധാരണമായ ഒരു ആരാധനയും അടുപ്പവും ഗീത കാട്ടിയിരുന്നു. ഇതോടെ കൊലപാതകവും മനുഷ്യക്കടത്തും ലഹരി വിൽപ്പനയും വേശ്യാവൃത്തിയും എല്ലാമായി ഗീതയും ഒരു അധോലോക റാണിയായി മാറി. ഒരു തെളിവും അവശേഷിപ്പിക്കാതെയായിരുന്നു ഗീതയുടെ കുറ്റകൃത്യങ്ങൾ. വേശ്യാവൃത്തിയിൽ വമ്പന്മാർ ആയിരുന്നു ഗീതയുടെ ഇടപാടുകാർ. നടിയാക്കാമെന്നും മോഡലാക്കാമെന്നും പറഞ്ഞ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുവന്ന് മയക്കുമരുന്ന് നൽകി ഉന്നതർക്ക് കാഴ്ചവെക്കുന്നതാണ് രീതി. സൗന്ദര്യവും ആഡംബരവും കൊണ്ട് ഉയർന്ന നിലയിലുള്ള ലൈംഗിക തൊഴിലാളികൾ ആയിരുന്നു ഗീത ഉപയോഗപ്പെടുത്തിയിരുന്നത്. ഇവരെ ഡൽഹിയിലെ പോഷ് ഏരിയയിലേക്കും പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലേക്കും ഫാം ഹൗസുകളിലേക്കും അയച്ചായിരുന്നു ഗീത വേശ്യാവൃത്തി നടപ്പാക്കിയിരുന്നത്. 50ഓളം പെൺകുട്ടികളെ മയക്കുമരുന്ന് കുത്തിവെച്ചാണ് കുട്ടികളെ പുരുഷന്മാർക്കും നൽകിയിരുന്നത്. എതിർക്കുന്നവർക്ക് നേരെ മുളകുപൊടി വിതറുന്നത് ഗീതയുടെ ക്രൂരമായ ശിക്ഷയായിരുന്നു. പലതവണ പോലീസ് കേസുകളിൽ ഗീത പെട്ടിരുന്നെങ്കിലും അനായാസം ഊരിപ്പോരുകയായിരുന്നു. 2007 ഇവർക്ക് വേണ്ടി ജോലി ചെയ്തിരുന്ന ഒരു പെൺകുട്ടി പരാതിയുമായി എത്തുന്നതുവരെ കേസുകളിൽ ശിക്ഷ വാങ്ങാതെ രക്ഷപ്പെട്ടു. സോനു പഞ്ചാബിന്റെ ജീവിതം ആസ്പദമാക്കിയാണ് 2013 പുറത്തു വന്ന ബോളിവുഡ് സിനിമ ഫുക്രിയുടെയും ഫുക്രി റിട്ടേൺസിന്റെയും കഥ രൂപപ്പെടുത്തിയിരിക്കുന്നത്. വേശ്യാവൃത്തിക്ക് 2007 ആദ്യം അറസ്റ്റിലായത്. എന്നാൽ ജാമ്യം കിട്ടി പുറത്തു വന്നു. 2008 ഇതേ കേസിൽ അറസ്റ്റിലായി. 2011 ഡൽഹി പോലീസ് ഗീതയെ പെൺവാണിപ്പത്തിന് തന്ത്രപരമായി പിടികൂടി. 2 പോലീസുകാരെ അന്വേഷണം നിയോഗിച്ചു. ഇവർ ഇടപാടുകാരെന്ന വ്യാജേനയാണ് ഗീതയെ കെണിയൊരുക്കിയത്. മെഹ്റു വാലിയിലെ കേന്ദ്രത്തിൽ നടന്ന റെയ്ഡിൽ ഗീതയുടെ ഒപ്പം തന്നെ 68 സഹായികളും ഇടപാടുകാരായ 4 പുരുഷന്മാരും പിടിയിലായി. കുറെ കാലം ജയിലിലായെങ്കിലും കൃത്യമായ തെളിവുകൾ ഇല്ലാത്തതിനാൽ ഇവർ പുറത്തു വന്നു. അതിനുശേഷമായിരുന്നു 2014 നജ്ഫക്കാർ പോലീസ് സ്റ്റേഷനിൽ ഒരു പെൺകുട്ടി സന്ദീപ് ഗഡ്വാളിനെതിരെ പരാതി നൽകിയത്. കുട്ടിക്ക് 13 വയസ്സായിരുന്നു പ്രായം.
തന്നെ സന്ദീപ് തട്ടിക്കൊണ്ടുപോയി ഗീതയ്ക്ക് വിറ്റെന്നും അന്നു മുതൽ 12 പേരോളം തന്നെ ഉപയോഗിച്ചെന്നും പരാതിയിൽ പറഞ്ഞു. ഉയർന്ന നിലവാരത്തിലുള്ള ഇടപാടുകാർക്കായി പെൺകുട്ടിയെ ഇംഗ്ലീഷും പഠിപ്പിച്ചിരുന്നു. പെൺകുട്ടി പരാതി എഴുതി നൽകുകയും മൊഴി നൽകുകയും ചെയ്തു. എന്നാൽ കേസ് കോടതിയിൽ എത്തുന്നതിന് മുമ്പായി പെൺകുട്ടി ഓടിപ്പോയി. ഇതോടെ കേസ് ഡൽഹി പോലീസിലെ ക്രൈംബ്രാഞ്ചിനു മുന്നിലെത്തി. 2017 ക്രൈംബ്രാഞ്ച് ഗീതയെ പ്രായപൂർത്തിയാത്ത പെൺകുട്ടിയെ വേശ്യാവൃത്തിക്ക് ഉപയോഗിച്ചതിന് അറസ്റ്റ് ചെയ്തു. സന്ദീപിനെതിരെ തട്ടിക്കൊണ്ടുപോകലും ബലാത്സംഗവും ചുമത്തി. ഇതിനോടൊപ്പം തന്നെ 250ലധികം പ്രായപൂർത്തിയാത്ത പെൺകുട്ടികളെ ഗീത വിൽക്കുകയും ഇടപാടുകാർക്ക് കാഴ്ചവെക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് 4TV.